അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ കോടതിയിൽ നടന്ന കാര്യങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഇപ്പോൾ ED അന്വേഷണവുമായി മുന്നോട്ട് പോകും, ഒരുപക്ഷെ സമൻസ് അയക്കുന്ന നടപടികളിലേക്ക് ഉടൻ തന്നെ കടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ED ഡയറക്ടറും ഇപ്പോൾ എറണാകുളത്തുണ്ട്, കൂടിയാലോചനകൾ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാവകാശം വേണം എന്നുള്ള CMRന്റെ ആവശ്യവും കോടതി തള്ളിയിരിക്കുകയാണ്. അപ്പോൾ ഈ കോടതി നടപടികൾക്കിടെ സുപ്രീം കോടതിയിലേക്ക് പോകാം, അങ്ങനെയല്ലേ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? നടപടികൾ തടയാനാകില്ല, അതിനിടയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ വേണമെങ്കിൽ. സുപ്രീം കോടതിയിൽ ആർക്കും ഒരു ഹൈക്കോടതി ജഡ്ജ്മെൻറ്റിൽ അഫക്റ്റഡ് ആയിട്ടുള്ള ആർക്കും സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് പെർമിഷൻ്റെ ആവശ്യമില്ല. ഒരുപക്ഷെ ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ട് അതിൽ നിന്ന് ED എന്തെങ്കിലും പുതുതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് തടയണം സുപ്രീം കോടതിയിൽ പോകുന്നത് വരെ എന്നുള്ള ആവശ്യമായിരിക്കും ഒരുപക്ഷെ ഹൈക്കോടതി നിരാകരിച്ചത്. അതിനെപ്പറ്റി ഞാൻ ഓർഡർ വായിക്കുകയായിരുന്നു. അതിൽ സുപ്രീം കോടതിയിൽ പോകുന്നതിനെ പറ്റിയൊന്നും പറയുന്നില്ല. അത് ഓറലായിട്ട് ഒരുപക്ഷെ ചോദിച്ചതായിരിക്കും. ഇതിൽ നിയമപരമായിട്ടുള്ള ഇപ്പോൾ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവരും വിശദീകരിച്ചു. നിയമപരമായിട്ട് 2-3 കാര്യങ്ങൾ ഇതിൽ CMRൽ പ്രധാനമായിട്ട് പറഞ്ഞത്, ഒരു ക്രിമിനൽ നേച്ചറുള്ള കേസാകുമ്പോൾ EDയുടെ അന്വേഷണം നടക്കുമ്പോൾ ഒരു മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട്, ഒരു കള്ളപ്പണമാണ് എന്നുള്ളൊരു വസ്തുത, ഒരു ക്രിമിനൽ കുറ്റം നടന്നിട്ടാണല്ലോ കള്ളപ്പണം ഉണ്ടാകുന്നത്. ആ ക്രിമിനൽ കുറ്റം നടന്നതിന് ഒരു FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടില്ല. ആ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ആ പണം കള്ളപ്പണമായിരുന്നു, അത് പിന്നെ വെളുപ്പിക്കാനായിട്ട് ശ്രമിച്ചു എന്നുള്ളത്. അതായത് പ്രെഡിക്കേറ്റ് ഒഫൻസ് എന്ന് പറയും. ആദ്യം ഒരു കുറ്റകൃത്യം നടന്നിരിക്കണം, അതിനുശേഷം അതിൽ നിന്ന് കിട്ടിയ പണം ഇപ്പം മാർക്കറ്റിൽ ഇറക്കി അത് നല്ല പണമാണെന്നുള്ള രീതിയിൽ ഉപയോഗിക്കുന്നു. അതാണ് ഈ PMLA പിന്നെ മണി ലോണ്ടറിങ്ങിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള വസ്തുത. അത് നടന്നിട്ടില്ല എന്നുള്ളതായിരുന്നു വാദം. അതിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് പറഞ്ഞ പ്രധാന വസ്തുത, ഇതിൽ സിവിൽ നേച്ചറായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് ഒരു വശമാണ്, ക്രിമിനൽ കുറ്റങ്ങൾ നടന്നിട്ടുണ്ടെന്നുള്ളത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നു, FIR വരുന്നു, അതൊക്കെ വേറെയാണ്. ECIR എന്ന് പറയും, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഒരു ഇൻഫർമേഷൻ, അത് FIRന് സമാനമല്ലെന്നും അത് ഇൻറ്റേർണലായിട്ടുള്ളൊരു ഡോക്യുമെൻ്റാണ്. പല വസ്തുതകളും ഈ ഇൻറ്റേർണലാണ്. കാരണം എല്ലാ കാര്യങ്ങളും വെളിപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ കള്ളപ്പണം നടക്കുന്നത്, സാമ്പത്തിക തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് വളരെ വിപുലമായ ശൃംഖലയാണ്. രാജ്യത്തിനകത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തുമുള്ള വളരെ വിപുലമായിട്ടുള്ള ശൃംഖലയാണ്. അപ്പോൾ അതിനെ തടയാനായിട്ട് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെക്കാനിസം വേണം. സിവിലായിട്ടുള്ള പ്രൊസീഡിങ്, അത് അറ്റാച്ച്മെൻ്റ് ആകുക, അതായത് പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുന്നത്, സ്ഥാവര ജംഗമ വസ്തുക്കളൊക്കെ കണ്ടുകെട്ടുന്നത് പോലുള്ള നടപടികൾ, അതെല്ലാം നിയമത്തിൽ അധികാരം കൊടുത്തിട്ടുണ്ട്. ഈ നടപടികൾ സിവിലായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് ഒരു ക്രിമിനൽ ഒഫൻസ് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ള ആവശ്യമില്ല എന്നാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് വാദിച്ചത്. ആ വാദമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചിരിക്കുന്നത് സുപ്രീം കോടതിയുടെ 3-അംഗ ബെഞ്ചിൻ്റെ വിജയ് മദൻലാൽ ചൗധരി എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്താണ്. വിജയ് മദൻലാൽ ചൗധരിയിൽ സുപ്രീം കോടതി പറയുന്നത്, ഒരു ക്രിമിനൽ കേസിൻ്റെ രജിസ്ട്രേഷൻ ഇല്ലെങ്കിൽ പോലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഇതുപോലുള്ള അറ്റാച്ച്മെൻറ്റ് പോലുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. അതെല്ലാം ഒരു സിവിൽ നേച്ചറുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഒരു പ്രിക്കോഷൻ കൊടുത്തിരിക്കുന്നത്, അതായത് പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടാനുള്ളവർക്ക് ഒരു പരിരക്ഷ കൊടുത്തിരിക്കുന്നത് പോലീസിനെ അറിയിച്ചിരിക്കണം. ആ ജൂറിസ്ഡിക്ഷണൽ പോലീസിനെ ഈ വസ്തുതകൾ അറിയിക്കുക. അപ്പോൾ അവിടെ നിന്ന് പിന്നെ FIR രജിസ്റ്റർ ആകും, ക്രിമിനൽ കുറ്റത്തിനുള്ള കാര്യങ്ങൾ നടക്കും. അപ്പോൾ ഈ നിയമത്തിൻ്റെ സാധുത സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. ഈ വിജയ് മദൻലാൽ ചൗധരി എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് ഇപ്പോൾ റിവ്യൂ വന്നിട്ടുണ്ട് കാർത്തി ചിദംബരത്തിൻ്റെ കേസിൽ. പക്ഷേ അവിടെയും സ്റ്റേ ഒന്നുമില്ല, അവിടെയും നിയമത്തിനൊരു വിശദീകരണം വരാനുള്ള സാധ്യതയുണ്ട്. ആ വിശദീകരണം വരുമ്പോഴും എല്ലാ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന എല്ലാവർക്കും നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുക എന്നുള്ളതിന് ഉപരിയായി അത് ഒരു വശത്ത് നിൽക്കുമ്പോഴും പെട്ടെന്ന് ഈ തെറ്റായ മാർഗത്തിലൂടെ കിട്ടിയ പണം അത് നശിപ്പിച്ച ആ വസ്തുക്കൾ കണ്ടുകെട്ടാനും പെട്ടെന്ന് ആ കേസ് ഇല്ലാതായി പോകാതിരിക്കാനുമുള്ള അധികാരം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ നിയമത്തിനകത്ത് അധികാരങ്ങളെല്ലാം ഉണ്ട്. ഈ ഗവൺമെൻറ് അതെങ്ങനെ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെന്നുള്ളത് വേറൊരു വസ്തുതയാണ്. പക്ഷേ അപ്പോഴും നിയമത്തിൻ്റെ ഒരു പരീക്ഷ അവിടെ വീണ്ടും ഹൈക്കോടതിയിൽ ഇപ്പോൾ വന്നതുപോലെ വരാനൊരു അവസരം കിട്ടി. കോടതി ജുഡീഷ്യൽ സൂപ്പർവിഷനുണ്ട്, അപ്പോൾ ജുഡീഷ്യൽ റിവ്യൂ ഉണ്ട്. ഹൈക്കോടതി ഇപ്പോൾ ഉത്തരവ് കൊടുത്തിരിക്കുകയാണ്. ഇതിനുശേഷം ഇനി സുപ്രീം കോടതിയിലോട്ട് ഈ കേസ് വരുമെന്ന് ചോദിച്ചാൽ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൻ്റെ നിയമപരമായിട്ട് ഹൈക്കോടതി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനത്തെ ഒരുപക്ഷെ സുപ്രീം കോടതി പരിഗണിച്ചേക്കാം. സുപ്രീം കോടതി കേസ് അഡ്മിറ്റ് ചെയ്ത് അതിൻ്റെ നിയമവശം പരിശോധിക്കാനായിട്ട് പെൻഡിങ് ആയിട്ട് വെക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അപ്പോഴും ഇവരുദ്ദേശിക്കുന്ന രീതിയിൽ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകരുത് എന്നുള്ള ഒരു സ്റ്റേ കിട്ടാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. സുപ്രീം കോടതിയിൽ ഈ കേസ് അഡ്മിറ്റ് ചെയ്താൽ പോലും
അന്വേഷണം നടക്കട്ടെ, സിവിലായിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയാനുള്ള സാധ്യതയാണ് എനിക്ക് കാണുന്നത്. അതിനപ്പുറം ഇത് നിയമപരമായിട്ടുള്ളൊരു സാധ്യതകളാണ് ഞാൻ പറയുന്നത്. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം, സിവിലും ക്രിമിനലുമായിട്ടുള്ള കേസിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ഏത് കേസിലും ഈ ക്രിമിനാലിറ്റി എന്ന് പറയുന്നത് ഈ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ മുകളിലാണ്. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറയണമെങ്കിൽ സംശയരഹിതമായിട്ട്, സംശയത്തിൻ്റെ നിഴലില്ലാതെ ഇയാൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത്, ഇതൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് കോടതിക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ബാർ എന്ന് പറയുന്നത് കുറച്ച് മുകളിലാണ്. സിവിൽ കേസുകളിൽ പറയുന്നത് പ്രപ്പോണ്ടറൻസ് ഓഫ് പ്രോബിലിറ്റി, അങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് രേഖപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ആകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ സിവിൽ ഒഫൻസ് അവിടെ നിൽക്കും. ചില കേസുകൾ പലപ്പോഴും സിവിലായിട്ടും ക്രിമിനലായിട്ടും ഉള്ള കാര്യങ്ങൾ വരാം. ഉദാഹരണത്തിന് അപകീർത്തിപ്പെടുത്തൽ, ഡിഫമേഷൻ എന്ന് പറയുന്നത് ഒരാൾക്ക് നമുക്കൊരു സിവിൽ സൂട്ട് കൊടുക്കാം, ഒരു ക്രിമിനൽ കേസായിട്ടും കൊടുക്കാം. പിന്നെ ക്വസ്റ്റ്യൻ ഓഫ് ലോ, സുപ്രീം കോടതിയിൽ എപ്പോഴും നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അവസാനം വ്യാഖ്യാനിക്കേണ്ടത് സുപ്രീം കോടതി ആയതുകൊണ്ട് ഹൈക്കോടതി വിധി നിയമത്തിൻ്റെ ഒരു വലിയ വ്യാഖ്യാനം നടത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് സുപ്രീം കോടതിയിൽ ആ കേസ് അഡ്മിറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സ്റ്റേ കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റേ കിട്ടുന്നത് ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഹാപ്പനിങ് ഉണ്ടാവുകയാണ്. നാളെ ഒരാളെ ജയിലിലേക്ക് അയക്കുകയാണ്, അപ്പോൾ കുറച്ച് ദിവസം കിടന്നു കഴിഞ്ഞിട്ടേ പുറത്തോട്ട് ഇറങ്ങാൻ കഴിയുമെന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് സ്റ്റേ കിട്ടാനുള്ളൊരു സാധ്യതയാണ്. അതേസമയം അറ്റാച്ച് ചെയ്യുന്നതിനെതിരെ സ്റ്റേ കിട്ടാൻ സാധ്യതയില്ല. ഈ വസ്തുക്കൾ കണ്ടുകെട്ടുകയാണെങ്കിൽ, കാരണം തിരിച്ചു കിട്ടാം, കേസ് ജയിക്കുകയാണെങ്കിൽ ആ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അവിടെ ഇറിവേഴ്സിബിൾ ആയിട്ടൊരു നഷ്ടം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് സുപ്രീം കോടതി വന്നാലും അവിടെ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രൊസീഡിംഗ് സ്റ്റേ ചെയ്യണമെന്ന് പറയാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ശരി. Debate with Smriti Parithikar.